കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതോടെ വിവാഹം സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരുടെ ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് വിവരങ്ങൾ പുറത്തുവന്നതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെട്ടേക്കും. സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, പോക്സോ കേസാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ എടുത്തിരിക്കുന്നത്. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതോടൊപ്പം CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിന് പിന്തുണയുമായി എത്തിയവരാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അതോടൊപ്പം ഈ വിവാഹം നടത്തിക്കൊടുത്ത ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ? ടോമ, ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ പ്രതികരണം അറിഞ്ഞപ്പോൾ ക്ഷേത്രം ഭാരവാഹികളുടെ അടക്കം സ്റ്റേറ്റ്മെന്റ് അടക്കം പോലീസും ഒപ്പം ഈ ഷെഡ്യൂൾ കാസ്റ്റ് അവരുടെ ഉദ്യോഗസ്ഥരടക്കം വന്ന് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരൊപ്പം തന്നെ ഈ ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം കേരളത്തിലുണ്ട്, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ കൃത്യമായി, അതായത് ഈ ഒരു കല്യാണം നടന്ന് അടുത്ത ദിവസം തന്നെ പ്രായവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നടന്നിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ വിവിധ രേഖകളുമായി ഈ കുംഭമേളയിലെ പെൺകുട്ടിയും ഒപ്പം ഭർത്താവും പത്രസമ്മേളനം അടക്കം നടത്തിയിരുന്നു. ആ സമയത്തും ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ പ്രതികരിച്ചിരുന്നത്. പക്ഷെ അത് വ്യാജമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു മധ്യപ്രദേശ് പോലീസിന്റെ അടക്കം ഭാഗത്തു നിന്നുള്ള നടപടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യാജ സർട്ടിഫിക്കറ്റുകളായിരുന്നു ഹാജരാക്കിയത്. ഒപ്പം ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലടക്കം ഉദ്യോഗസ്ഥർ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, തമ്പാനൂരിൽ വെച്ച് പിതാവിന്റെ കൂടെ പോകാൻ നിർബന്ധിതരായപ്പോൾ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് എത്തുകയും സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പിതാവിനെ പറഞ്ഞു വിടുകയും പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുകയും ചെയ്യുന്നത്. ഈ വിവാഹത്തിൽ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കെടുത്തിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച കേസ് എന്ന് പറയുമ്പോൾ അത് സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് ഈ നേതാക്കന്മാരടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിൽ നിയമക്കുരുക്ക്, അതായത് ഇവർ വ്യാജമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ഇവരെ എല്ലാവരെയും കബളിപ്പിച്ചതാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? അത് ഇവരിലേക്ക് മാത്രം ഒതുങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. ഇതിന്റെ കൂടുതൽ രേഖകളും മറ്റും ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടി. ഒപ്പം തന്നെ മധ്യപ്രദേശ് DGPയും ഒപ്പം കേരള DGP സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. നിരവധി പേരെയാണ്, ആളുകളെയാണ് ഈ ചെറുപ്പക്കാർ കബളിപ്പിച്ചത്. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ നേട്ടമാക്കാൻ ശ്രമിച്ചവർ, രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരും ഒരുപക്ഷെ നിയമക്കുരുക്കിൽപ്പെട്ടേക്കാം. മാത്രമല്ല, ഇവരുടെ വിവാഹത്തിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ, പുറമേ നിന്നുള്ള ആളുകളുടെ, വ്യക്തികളുടെ, സംഘടനകളുടെ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.